ആഴ്ചയിൽ 3 വീഡിയോകൾ, മെയിൻ വീഡിയോസ് നമ്മൾ സൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. അപ്പോൾ സൺഡേയിൽ ഇച്ചിരിയും കൂടെ കൂടുതൽ, കാരണം കുറച്ച് പേർക്കും കൂടെ ഒന്നും കൂടി ഇരുന്ന് കാണാൻ സമയം കിട്ടുമല്ലോ എന്നുള്ളതിലാണ്. അപ്പോൾ ബാക്കി ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ കുറച്ചുകൂടെ കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഐഡിയയിലൊക്കെയാണ് കേട്ടോ പോകും. നമ്മൾ അങ്ങനെയാണ് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് മാത്രമല്ല, ബാക്കി മറ്റ് വീഡിയോസിൽ വെനസ്ഡേയും ഫ്രൈഡേയും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും. പക്ഷേ സൺഡേ കുറച്ചുകൂടെ കൂടുതൽ കളക്ഷൻസ്. പിന്നെ ഇൻ ബിറ്റ്വീൻ എല്ലാം കൊച്ചു കൊച്ചു ഷോർട്സ് അങ്ങനെയൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അപ്പോൾ ഏതെങ്കിലും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ പറയുന്ന മെറ്റീരിയൽ അതങ്ങനെ പറഞ്ഞ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിടാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതികൾ. അപ്പോൾ വാട്സപ്പ് ത്രൂ സിസ്റ്റമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആദ്യം നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഒപ്പം എത്ര മീറ്റർ എന്നുകൂടെ പറയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സൺഡേ നമുക്ക് ലീവാണ്. ഷോപ്പും ഓൺലൈനും ഒക്കെ ലീവാണ്. പക്ഷേ നിങ്ങൾ റിപ്ലൈ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഓർഡർ എത്രയും പെട്ടെന്ന് പ്ലേസ് ചെയ്തിടുക. ബാക്കി മൺഡേ മോർണിംഗ് അവർ നോക്കി തുടങ്ങും. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വഴിയെ ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ വലിയ പ്രിൻറ്റുകളും ഉണ്ട്, ചെറിയ പ്രിൻറ്റുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യാം. പാനൽ കട്ട് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല കോട്ടൺ ഫാബ്രിക്, നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. സോഫ്റ്റായ കോട്ടണിലാണ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 120. നമ്മൾ ക്യാമ്പ്രിക്കിനേക്കാളും ഒരു പൊടിക്ക് തിക്നെസ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഒന്നിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നൈറ്റിക്കാണെങ്കിലും ടോപ്പിനാണെങ്കിലും ഒക്കെ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ല കോട്ടൺ ആണ്. ഇതാ അങ്ങനെ വരുന്നു. തിക്നെസ് കണ്ടോ? അപ്പോൾ ലൈനിങ് കമ്പൽസറി അല്ല, പക്ഷേ ഇനി വെക്കേണ്ടവർക്ക് വെക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ വരുന്ന കോട്ടൺ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നല്ല തരം കോട്ടൺ, നല്ല തരം എന്ന് വെച്ചാൽ ക്യാമ്പ്രിക്ക് നല്ലതല്ല എന്നല്ല, അതും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. ഇതും ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ തന്നെ റേറ്റ് വരുന്നത്. അത് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളിനി കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്യാനാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ നല്ല ഫസ്റ്റ് 2 നല്ല കളർ കോമ്പിനേഷൻ, 4 കളേഴ്സ് വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഗ്രീനിൽ ബ്ലൂ ഷെയ്ഡ് ഇവിടെ വരുന്നത്. അപ്പോൾ വലിയ പ്രിൻറ്റും ഉണ്ട്, ചെറിയ പ്രിൻറ്റും ഉണ്ട്. ടോപ്പായിട്ടാണേലും 2 പീസ് ആയിട്ടാണേലും നൈറ്റി ആയിട്ടാണേലും കുർത്ത ബോട്ടോ ആയിട്ടാണേലും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഫസ്റ്റ് സിംഗിളായിട്ട് വാങ്ങാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് ഇത് ഇങ്ങനെ വരുന്നു. ഇത് അപ്പോൾ ഇത് ടോപ്പിനടുത്ത് ഇത് ബോട്ടം ചെയ്ത് യോക്കൊക്കെ വെച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭംഗി. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 120, 120 രൂപ. അതങ്ങനെ. ഇനി അതിൽ ഇത് ഇനി ചെറിയ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാം. 120, 120 രൂപ. നെക്സ്റ്റ് കളർ വരുന്നത് ഇതാ യെല്ലോ. അപ്പോൾ അത് ടോപ്പ്, ഇത് ബോട്ടം. അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം യെല്ലോ ലവേഴ്സിന് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും. ഇത് പാനൽ കട്ട് പോലെ യോക്ക് പോലെ ഇത് കൊടുത്തിട്ട് ബാക്കി താഴോട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പാനൽ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം മെറ്റീരിയൽ കൂടുതൽ എടുക്കേണ്ടി വരും. നോർമൽ ടോപ്പിനാണെങ്കിൽ 2.5 മീറ്റർ, ബോട്ടത്തിനാണെങ്കിൽ 2 മീറ്റർ, ലൈനാണെങ്കിൽ ഒരു 3 മീറ്റർ എടുത്തേക്ക് ഫ്ലയർ ടൈപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ. പാനലൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2ഉം 2.5 വെച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 120 സെയിം പ്രൈസ്, സെയിം വിഡ്ത്ത് ഇങ്ങനെ വരുന്നു. സെക്കൻഡ് കളർ. അപ്പോൾ അതങ്ങനെ. നെക്സ്റ്റ് തേർഡ് കളർ വരുന്നു. ഇതാ ഇത് ടോപ്പ് ബോട്ടം കൺസെപ്റ്റിലാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സിംഗിളായിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതങ്ങനെ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ലൈലാക്ക് ഷെയ്ഡിൽ ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 44 ഇഞ്ച് വിഡ്ത്ത് 120, 120 രൂപ. അത് ടോപ്പ്. ഇങ്ങനെ വരുന്നു ബോട്ടം. ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും. 44 ഇഞ്ച് വിഡ്ത്ത് 120. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഷെൽഫിൽ ഈ ഒരു കളർ ഹക്കോബ കൂടെ കണ്ടു. ഇത് കണ്ടോ? നമ്മുടെ പ്രീമിയം ഹക്കോബ ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നു. 300 റുപ്പീസ് പെർ മീറ്റർ വരുന്ന പ്രീമിയം ഹക്കോബയാണ് ഇട്ടത്. ഹക്കോബകൾ എപ്പോഴും കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കറക്റ്റ് നമ്മളെ പക്ക മെത്തേഡിൽ തന്നെ യൂസ് ചെയ്യണം കളർ ഗാർഡ്. കാരണം സോക്ക് ചെയ്ത് അരമണിക്കൂർ വെക്കുക. കുറച്ച് നമുക്ക് കളർ ലീക്കിംഗ് ടെൻഡൻസി കാണിക്കുന്ന മെറ്റീരിയൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ 3 അടപ്പിന് പകരം 4 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് കളയരുത് കേട്ടോ. 2.5 മീറ്റർ തുണിയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം മാക്സിമം മതിയാവും. 4 അടപ്പ് ഒഴിക്കുക, അതിൽ അരമണിക്കൂർ കുതിർത്തി വെക്കുക തുണി. എന്നിട്ട് അങ്ങനെ തന്നെ എടുത്ത് വിരിച്ചിടാൻ ശ്രദ്ധിക്കണം. കുറേ പേര് എന്ത് ചെയ്യും, അതൊന്നും എടുത്തിട്ട് ഒന്നും കൂടെ വെള്ളത്തിൽ കഴുകിയിട്ട് കഴിയും. അപ്പോൾ കളർ ഫിക്സ് ആവില്ല, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഇത് നമ്മുടെ പ്രീമിയം ഹക്കോബയാണ്. 300 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഇന്നർ മോഡൽ കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലോങ് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം. ഇത് 300 ഇങ്ങനെ വരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു സെറ്റ്. ഇനി നമുക്കതിൽ ഒരു കളർ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കളർ കണ്ടേ. അടുത്ത കളർ ഇത് വരുന്നു. നല്ലൊരു
ലൈറ്റ് പീച്ചും ഒണിയൻ പിങ്കും കൂടെ കൂടിയ കളറ് 44 ഇഞ്ച് എടുത്ത് 120 120 രൂപ ഇങ്ങനെ വരുന്നു. അതിൽ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ, അതിൻ്റെ ചെറിയ ഡിസൈൻ വരുന്നത് ഇങ്ങനെ. അപ്പോൾ ചെറിയ ഡിസൈനിൽ വലിയ ഡിസൈനിലായിട്ട് ചെയ്തുകൊണ്ട് യോക്ക് തിരിച്ച് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയും നമുക്ക് ഇത് വേണമെങ്കിൽ ചേർത്ത് വെക്കാം കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ, ഇത് 300 ആണ് അക്കോബ, ഇത് 120 120 രൂപ. ഇനി നമ്മൾ ഇന്നത്തെ ഒരു പുതിയ താരം വന്നിരിക്കുന്നത്, നമ്മളെപ്പോഴും ടോപ്പും നിങ്ങൾക്ക് കുർത്തയ്ക്കും ഫ്ലോറലും ഒക്കെ കൊണ്ടുവരുമ്പോഴും നമ്മൾ ചേട്ടന്മാരെ മറന്നു പോകാറുണ്ട് എന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഷർട്ടിനില്ലെന്ന്. അപ്പോൾ ഷർട്ടിന് മാത്രമല്ല നമുക്ക് കുർത്ത ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളൊരു കോട്ടൺ ലിനൻ ബ്ലെൻഡായ കോട്ടൺ ലിനൻ മിക്സ് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതങ്ങനെ വരുന്നു. നമ്മൾ കോട്ടൺ സ്ലബ് എന്ന് ഒരു പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത്, പക്ഷെ നല്ല കംഫർട്ടബിളായ ഫാബ്രിക്കാണ്. ഇത് അങ്ങനെ വരുന്നു. ഷർട്ടിന് നല്ലതാണ്. അതിൽ 3 ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ കോട്ടൺ ഡൂപ്പിയൻ സിൽക്സ് എന്ന് പറഞ്ഞാൽ വേറെ മെറ്റീരിയലും കൂടെ കാണിക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ഫാബ്രിക്കാണ്, പുതുതായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ. അപ്പോൾ ഷർട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഷർട്ട് ചെയ്യാം നമുക്ക് 2 പീസായിട്ട്, ടോപ്പും ബോട്ടവും സെയിം കളറിലൊക്കെ ചെയ്തിട്ട് നമ്മളിനി ഇന്നത്തേൽ ഞാൻ മൊഡാൽ അജ്രക് ദുപ്പട്ട എത്തിയിട്ടില്ല. ആ ദുപ്പട്ടകൾ അല്ലെങ്കിൽ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഏത് ദുപ്പട്ട കൂടി നമുക്ക് വെയർ ചെയ്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ 3 പീസ് കട്ടിങ്, പ്രിൻസസ് കട്ടിങ് ചെയ്തിട്ട് അങ്ങനെ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. കോളറിനൊക്കെ കുർത്തി, എക്സിക്യൂട്ടീവ് കുർത്തിയൊക്കെ ചെയ്യാനും നല്ലതാണ്. ഇനി ഹാൻഡ് വർക്ക് ചെയ്യേണ്ടവർക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനും നല്ലൊരു ഫാബ്രിക്കാണ്. കോട്ടൺ ലിനൻ ബ്ലെൻഡായ ഒരു ഫാബ്രിക്കാണ്. പ്യുവർ ലിനൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ്. 44 ഇഞ്ച് എടുത്ത് 170 റുപ്പീസ് പെർ മീറ്റർ, 170 രൂപ. അപ്പോൾ ഷർട്ട് ചെയ്യേണ്ടവർക്കും ഷർട്ടിന് നോർമൽ ഒരു എക്സൽ സൈസ് വരെയുള്ളവർക്ക് 2 മീറ്ററാണ് സാധാരണ ഷർട്ടിന് എടുക്കാറ്. പിന്നെ നിങ്ങൾ പ്ലസ് സൈസ് ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. നമ്മൾ ടോപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ 2.5 മീറ്റർ എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. നല്ല ഒരു ലൈറ്റ് സാൻഡൽവുഡ് കളറിലാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ പ്ലെയിൻ ടോപ്പ് പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലത്. നമ്മൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, അത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളവർ ഇതിൽ കളേഴ്സ് നോക്കിക്കോളൂ കേട്ടോ, അതിന് നല്ലതാണ്. ഇനി അജ്രക്കിൻ്റെ ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്, അപ്പോൾ അതും നമുക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കളർ ഇതിങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 170 170 രൂപ. ഞാൻ ജസ്റ്റ് ഇത് ഫാബ്രിക് നല്ലൊരു സുഖമുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നെക്സ്റ്റ് ഇതാ വരുന്നു ഒരു ലൈറ്റ്, ഇതൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇതിൽ. നമുക്ക് ആ ഒരു ഖാദിയുടെയൊക്കെ ഒരു ഫീൽ വരില്ലേ, ആ ഒരു ടൈപ്പിൽ ഇതാ ഇങ്ങനെ വരുന്നു. കോട്ടൺ ലിനൻ ബ്ലെൻഡായ ഒരു ഫാബ്രിക്കാണ്. ഇതാ ഇങ്ങനെ വരുന്നു. 170 170 രൂപ. ലൈറ്റ് പിസ്തയിൽ ഒരു ഡാർക്ക് പിസ്ത പാച്ചസ് പോലെ അങ്ങനെ തോന്നുന്ന രീതിയിലാണ്. ക്ലിയർ അല്ലേ കളറ്? 170 170 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ഷർട്ടിന് നല്ലത്, കുർത്തയ്ക്ക് നല്ലത്. നെക്സ്റ്റ് വരുന്നത് ഒരു ലാവൻഡറും വയലറ്റും കൂടെ കൂടിയ ഒരു ഇതിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. കോട്ടൺ ലിനൻ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ 3 കളേഴ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഇതിന് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളർ ചെയ്യുമായിരിക്കും നല്ലത്. നമ്മളൊരു 4.5 മീറ്റർ എടുത്ത് കഴിഞ്ഞിട്ട് നോർമൽ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭംഗിയായിരിക്കും അത്. എന്നിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും പ്രിൻ്റഡ് ദുപ്പട്ടാസ് യൂസ് ചെയ്യാം. 170 170 രൂപ. അപ്പോൾ നമ്മൾ അതിൽ 3 കണ്ടേ. ഇനി നമ്മൾ അടുത്തൊരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് നല്ല ഷെയ്ഡ്സ് വരുന്നത്. നമ്മൾ ഈ മൊഡാൽ ദുപ്പട്ടയൊക്കെ വാങ്ങുന്നവർ ഒരു പൊടിക്ക് ഷൈനിങ് ഉള്ള ഏതെങ്കിലും തരം ഫാബ്രിക് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ടൈപ്പിൽ കോട്ടൺ ഡൂപ്പിയൻ സിൽക്ക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഡൂപ്പിയൻ സിൽക്കിൻ്റെ കോട്ടൻ്റെ കൂടെ ബ്ലെൻഡായ ഒരു ഫാബ്രിക്കാണ്. ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതങ്ങനെ വരുന്നു. ഒക്കെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ഒരുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഡാർക്ക് വയലറ്റ് അങ്ങനെ വേണമെങ്കിലും ബോട്ടം ചെയ്യാം. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. ഇത് കാണിച്ചു. ഇനി ഇതൊരു സിൽക്ക് ഫിനിഷ് വരുന്നൊരു ഫാബ്രിക് ആയതുകൊണ്ട് ഒരു കോട്ടൻ്റെ സിൽക്കിൻ്റെ കൂടെ ബ്ലെൻഡായ ഒരു ഫിനിഷിങ് അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഷർട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചേട്ടന്മാർക്ക് പ്ലെയിൻ ഷർട്ടൊക്കെ ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കളറ് ഇതെങ്ങനെ വരുന്നു. നമ്മൾ ആദ്യത്തെ കണ്ടതിലും ഒരു ലാവൻഡർ ടച്ച് വരുന്നുണ്ട്. ഇതിലും ഒരു ലാവൻഡറും വേറൊരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് കൂടെ തോന്നുന്ന ഡാർക്ക് ഷെയ്ഡ് കൂടെ തോന്നുന്ന രീതിയിലുള്ള കളേഴ്സാണ് വരുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉള്ളൊരു ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. ഇനി ഹാൻഡ് വർക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം. 180 റുപ്പീസ് പെർ മീറ്റർ, 180 രൂപ. ചുളിയാതെ അങ്ങനെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറ്. ഇങ്ങനെ വരുന്നു. കോട്ടൺ ഡൂപ്പിയൻ സിൽക്കിൽ ഇങ്ങനെ. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അയക്കണേ, മാറിപ്പോലെ കണ്ട്. മറ്റേതിൽ ആദ്യത്തെ കളർ ഇതാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഒരു സ്റ്റിഫ്നെസ് കൂടുതൽ, ഇതൊന്നുകൂടെ സോഫ്റ്റ്നെസ് കൂടുതൽ. ഇതും സോഫ്റ്റ് അല്ല എന്നല്ല, അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം അതാണ് പറഞ്ഞത്. അതങ്ങനെ. അപ്പോൾ 180 180 രൂപ. ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈലാക്കും ഒരു ഒണിയൻ പിങ്കിൻ്റെ ലൈറ്റും ഇറങ്ങുന്ന പല പല കളേഴ്സ് കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. കോട്ടൺ ഡൂപ്പിയൻ സിൽക്കിലാണ് വരുന്നത്. 180 180 രൂപ. എങ്ങനെ വരുന്നു. ഷർട്ട് ചെയ്യാനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ്. ഇങ്ങനെ സെക്കൻഡ് കളർ അത്.
ഇനി തേർഡ് കളർ വരുന്നത് ഇതാ ഇങ്ങനെ, നമ്മളൊരു പിസ്ത ഗ്രീൻ്റെ ഒരു പേസ്റ്റൽ ടച്ച് വരുന്ന ഗ്രീൻ കളർ എല്ലാം കൂടെ കൂടി ഇതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ടസറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലുക്കൊക്കെ തോന്നുന്ന രീതിയിലാണുള്ളൊരു സ്ട്രക്ചറാണ് ഈ ഫാബ്രിക്കിന്. ഇത് അങ്ങനെ വരുന്നു. 180 180 രൂപ. സെമി ടസർ എന്ന് പറഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതിൽ കോട്ടൺ ഡൂപ്പിയൻ മിക്സ് ആണ് വരുന്നത്. ഇങ്ങനെ വരുന്നു 180 180 രൂപ. നെക്സ്റ്റ് വരുന്നു നല്ലൊരു യെല്ലോ, നമ്മൾ സാൻഡൽവുഡ് കളറിൻ്റെ അതിൻ്റെ ഡാർക്കായിട്ട്, ഒരു മസ്റ്റാർഡിലേക്ക് എത്തില്ല, മാംഗോയിലിനൊക്കെ ലൈറ്റായ നല്ലൊരു സുന്ദർ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലൈറ്റ് പോകുന്ന വെച്ചാൽ ഓവർ ഷൈനിങ് ഇല്ലതാനും അങ്ങനെ വരുന്നൊരു 44 ഇഞ്ച് എടുത്ത് 180 180 രൂപ. അപ്പോൾ പ്ലെയിൻ എനിക്ക് ഇത് ബേസിക്കലി ഇഷ്ടം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്യാനാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ദുപ്പട്ട അല്ലെങ്കിൽ ടോപ്പ് ഇതിലേതെങ്കിലും ചെയ്തിട്ട് നമ്മൾ കലങ്കാരി അല്ലെങ്കിൽ അജ്രക്കിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണം. അജ്രക്കിൻ്റെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ലൈൻസ് പാറ്റേണിലുള്ള ബോട്ടം ദുപ്പട്ടയൊക്കെ വരുന്നുണ്ട്, എത്തിയിട്ടില്ല. എത്തിക്കഴിയുമ്പോൾ വീഡിയോ ചെയ്യാം കേട്ടോ. അതിൽ ലാസ്റ്റ് കളറ് ഇങ്ങനെ ഒരു ഒണിയൻ പിങ്കും പിങ്കിഷ് പീച്ചും കൂടെ കൂടിയിട്ടുള്ള ആ കളറിൽ വരുന്ന കളർ. അപ്പോൾ ഇതിൽ നമ്മൾ 1 2 3 4 5 കളേഴ്സാണ് കണ്ടത്. അതിൽ 5th കളറാണ് ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് 180 180 രൂപ അത്. ഇനി നമ്മൾ നമ്മുടെ ഹക്കോബ കളക്ഷൻസ് കാണാം. പ്രീമിയം ഹക്കോബയാണ്. നല്ല ഒരു ബ്ലൂ ഷെയ്ഡ്, നമ്മൾ ഐസ് ബ്ലൂ അല്ല, പൗഡർ ബ്ലൂ അല്ല, എന്നാൽ ഡാർക്ക് ബ്ലൂ അല്ലാത്ത എന്നാൽ ഇൻ ബിറ്റ്വീൻ വരുന്ന സുന്ദരി ബ്ലൂ ഷെയ്ഡിൽ ഇതങ്ങനെ വരുന്നു. ഒരുപാട് ബ്ലൂ ഷെയ്ഡ്സ് ഉണ്ട്. സിയാൻ ബ്ലൂ അല്ലാത്ത നല്ല ഭംഗിയുള്ള ബ്ലൂ ഇങ്ങനെ വരുന്നു. കാംബ്രിക് കോട്ടണിൽ നല്ല കൊച്ചരി പൂക്കൾ പോലത്തെ കട്ട് വർക്ക്, കുഞ്ഞു കട്ട് വർക്ക്സ് ഇങ്ങനെ വരുന്നു. അല്ല കാണിച്ചു തരാം അതിൻ്റെ ക്ലോസ് വ്യൂ. പ്രീമിയം ഹക്കോബയാണ് കേട്ടോ, കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ് per മീറ്റർ, 300 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. സിമ്പിളായിട്ട് ടോപ്പ് ചെയ്താൽ തന്നെ ഭംഗിയായിരിക്കും. ഇങ്ങനെ വരുന്നു. ഞാനിപ്പോൾ ഇതിൽ ഒരു മൊഡാൽ ദുപ്പട്ട ഇൻഡിഗോയിൽ ഇവിടെ ഇരുന്നത് ഞാൻ ജസ്റ്റ് ഇതിൽ കുറച്ച് 3-4 പീസസ് ഉണ്ടാവും. ഞാൻ ഈ മൊഡാൽ വരുമ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ഇൻഡിഗോയുടെ മൊഡാൽ ദുപ്പട്ടയോട് കൂടി ഇത് നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഈ ഹക്കോബയിൽ ഇങ്ങനെ ഒരു ടോപ്പും ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് വെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതിൻ്റെ മുമ്പ് വന്നില്ലേ ഏകദേശം ഈ വരുന്നൊരു ബ്ലൂ ഷെയ്ഡിൽ അങ്ങനത്തെ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങിയിട്ടില്ല. അതിൽ ഞാൻ മൊഡാൽ ദുപ്പട്ട എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ പോർഷൻ നെക്കിനും സ്ലീവിനും വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെങ്തി ദുപ്പട്ട ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് നമ്മുടെ മൊഡാൽ സിൽക്ക്, പ്യുവർ മൊഡാൽ സിൽക്ക് വരുന്ന ദുപ്പട്ടയാണ്. ഇതിൽ ഞാനിപ്പോൾ ഇന്നൊരു പീസേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ മെയിൻ സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഉള്ളതും അവൈലബിൾ എണ്ണ ഉള്ളതും കൂടെ കൂട്ടി കാണിച്ചു തരാം. ഇത് 1500 ആണ് റേറ്റ് വരുന്നത്, 1500 രൂപ. അപ്പോൾ നമ്മൾ ഇത് വിടുത്തും 44 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട്. സ്റ്റോൾ എത്തിയിട്ടില്ല, സ്റ്റോൾ എത്താൻ സമയം എടുക്കും, അത് എത്തുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മൊഡാൽ ദുപ്പട്ടയുടെ വിടുത്ത് കുറച്ചിട്ട് ടോപ്പിനും കൂടെ സ്ലീവിനും നെക്കിനൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് 300 റുപ്പീസ്, 300 രൂപ ഇങ്ങനെ വരുന്നു. അതങ്ങനെ മൊഡൽ ദുപ്പട്ട ഇങ്ങനെ പ്രീമിയം ദുപ്പട്ട ആയതുകൊണ്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തിട്ട് മോഡലാക്കാൻ നമുക്കൊരു ധൈര്യം വരില്ല. അപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി നമ്മുടെ ഇവിടെ അടുത്ത ചന്തക്കുന്ന് വരുന്ന ഒരു പേര് മറന്നുപോയി, ഒരു കസ്റ്റമേഴ്സ് അവർ ചെയ്ത് ഇങ്ങനെ ഇട്ട് വന്ന് കണ്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. അപ്പോൾ ഞാൻ ചെയ്തു നോക്കി. ഇപ്പോൾ അവരുടെ പേര് മറന്നുപോയി. അവർക്കൊരു ഹായ്, നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. ഇനി നമുക്ക് വരുന്നത് നല്ല ഒരു സൂപ്പർ പ്രീമിയം ഹക്കോബയാണ്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഭംഗി. ഇത് രണ്ടും ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉണ്ടോ, ഇതിൽ ഇങ്ങനെ വരുന്നു. ഈ ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. ഇതിൽ ഫുള്ള് തിക്കായ ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ ശരിക്ക് ഇന്നർ ആൻഡ് കോട്ട് മോഡൽ, ഇന്നർ കൊണ്ട് ഇത് ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ വേണമെങ്കിൽ ആക്കാം. കാരണം ഇതിന് നമുക്കിത് കണ്ടോ കട്ട് വർക്ക് വരുന്നില്ല, ഹോൾസ് വരുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഞാൻ ഏതായാലും ഇതിലൊരു ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്രോപ്പ് ടോപ്പ് ഇതിൽ സ്കേർട്ട് ഇതിൽ സെയിം പാറ്റേണിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് അക്കോബകൾ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണേലും അങ്ങനെ വേണേലും ചെയ്യാം. പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലാണ്, പ്രീമിയം മെറ്റീരിയലാണ് ഇങ്ങനെ വരുന്നത്. രണ്ടിനും പക്ഷേ ഇതിനും ഇങ്ങനെ കട്ട് വർക്കും ഇതിന് ഫുൾ ത്രെഡ് വർക്ക് രണ്ടിനും സെയിം റേറ്റ് തന്നെ വരുന്നത്. 400 റുപ്പീസ് per മീറ്റർ, 400 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത്. പ്രീമിയം ഫാബ്രിക്കാണ്. എത്രത്തോളം നല്ല ഹെവി വർക്ക് ഉണ്ട്, പക്ഷേ എന്നാലും അത്രത്തോളം നല്ല സോഫ്റ്റുമാണ്. പ്രീമിയം ഫാബ്രിക്കാണ്. ഇതാ ഇങ്ങനെ വരുന്നു. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഭംഗി. ഇതാ ഇങ്ങനെ.
അപ്പോൾ ഇതൊട്ടും മിസ്സാക്കേണ്ട. ഇതൊക്കെ നമുക്ക് റെയറായിട്ട് കിട്ടുന്ന അത്രയും ഹെവി വർക്കൊക്കെ ചെയ്യിച്ച് കിട്ടുന്നത് റെയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒട്ടും മിസ്സാക്കേണ്ട ഇതില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് സ്കേർട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ വൈറ്റ് അക്കോബയോട് കൂടി സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വൈറ്റ് അക്കോബ ഞാൻ പിന്നെ എടുത്ത് കാണിക്കും. ഇവിടെ രണ്ടെണ്ണം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒട്ടും മിസ്സാക്കേണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് ടോട്ടൽ എടുത്തതിന് 52 വരുന്നുണ്ട്, മറ്റൊന്നിന് 54 കിട്ടും. പക്ഷെ നമുക്ക് വർക്ക് പോർഷൻ വരുന്നത് 44 ഇഞ്ചാണ്, 44 ഇഞ്ചാണ്. അപ്പോൾ 2.5 മീറ്റർ തന്നെ തുണി എടുക്കുന്നതായിരിക്കും നല്ലത് നോർമൽ ടോപ്പ് ചെയ്യാൻ. ഞാനൊരു 2.5 മീറ്റേഴ്സ് എടുത്ത് ഇത് ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നുമല്ലോ, കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന്. ഇനി അടുത്തത് വരുന്നത് ഇത് ഇങ്ങനെ വർക്ക് ഒന്നുകൂടെ ത്രെഡ് വർക്ക് ഒന്നുകൂടെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. മറ്റേല കട്ട് വർക്കും രണ്ടിലും സെയിം നല്ല തന്നെയാണ്. ഇതാ വരുന്നു, ഒന്നുകൂടെ ത്രെഡ് വർക്കിൻ്റെ അതായത് ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഹോൾസ് വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിലും ആവാം. എന്നാൽ അക്കോബയ്ക്ക് അക്കോബയായി, എന്നാൽ ത്രെഡ് ഹോൾസ് ഇല്ലതാനും നല്ല ത്രെഡ് വർക്ക് വരുന്നു. 400 റുപ്പീസ്, 400 രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ. അപ്പോൾ അത് രണ്ടും. ഇനി വൈറ്റിന് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. അപ്പോൾ അത് രണ്ടും. ഇനി നമ്മൾ ഒരു കുഞ്ഞൻ ഹക്കോബ, ആള് കുഞ്ഞനാണെങ്കിലും കിടുവാണ്, നല്ലൊരു കാന്താരി മുളകാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടോളൂ അതിൻ്റെ വർക്ക്. എല്ലാം പ്രീമിയം ഹക്കോബകളാണ്. നമ്മളിങ്ങനെ കഴിഞ്ഞതിൽ ആരോ പറഞ്ഞു സ്ഥിരം മെറ്റീരിയൽ സ്ഥിര ഐറ്റംസ് കാണിക്കുന്നു, ബോറിങ് അങ്ങനെ പറഞ്ഞു. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവില്ലേ അവർ ചെയ്യുന്ന പോലെ. അപ്പം നമ്മുടേതല്ലാത്ത ഐറ്റംസ് അങ്ങോട്ട്, അപ്പോൾ നമുക്ക് പുതിയ ഡീലേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വരില്ല, എങ്കിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടണിൽ ഒരുപാട് എക്സ്ക്ലൂസീവ്, അജരക്ക്, കലങ്കാരി, ഹാൻഡ് ബ്ലോക്ക്, കാംബ്രിക്ക്, പിന്നെ ഹക്കോബയിൽ ഒരുപാട് വെറൈറ്റീസ്. ഇതൊക്കെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ, നമുക്ക് ഏതാണോ ഡിമാൻഡ് ഉള്ളത് അത് കൂടുതലായിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ദൈവം സഹായിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് അതിന് ഇഷ്ടം പോലെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അതാണ് ചോയ്സ്. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പിന്നീട് കളക്ഷൻസ് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് വരുന്നത്, ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ വിഡ്ത്ത് നമുക്കൊരു 40 ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വർക്ക് പോർഷൻ 37 ഇഞ്ചൊക്കെ ചില ഭാഗത്ത് കണ്ടോ, കുറച്ചിങ്ങനെ സൈഡിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ 36 ഇഞ്ച്. അപ്പോൾ എന്തായാലും നോർമൽ ടോപ്പ് ചെയ്യാൻ 2.5 എടുക്കുന്നവർ 3 എടുത്തേക്കുക. 3 മീറ്റർ എടുത്തിട്ട് ടോപ്പ് ചെയ്താലും നമുക്ക് വർത്താണ്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക്, അതിൽ വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ഹെവി വർക്കാണ് വരുന്നത്. ഇതങ്ങനെ വരുന്നു. ആൾ കുഞ്ഞനാണെങ്കിലും റേറ്റ് 300 തന്നെയുണ്ട്. ഹെവി വർക്കാണ്, പ്രീമിയം, ഒരു വെറൈറ്റി ആയിട്ട് ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഹക്കോബാസ് ആണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇനി വൈറ്റ് ലൈനിങ് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ, ലൈനിങ് വൈറ്റ് എടുക്കാത്തതുകൊണ്ട് ഇത് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വരുന്നു. വൈറ്റ് ലൈനിങ് വെക്കുമ്പോഴും അതിനൊരു ഉതുപ്പ് കൂടെ ഉള്ളൂ. ക്രേപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ് എന്താണെങ്കിലും വൈറ്റ് ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഹക്കോബ കൊണ്ട് ടോപ്പൊക്കെ ചെയ്തിട്ട് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ ഇതിന് 300 റുപ്പീസ്, 300 രൂപ. ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ അടിയിൽ ഞാനിതിന് വൈറ്റ് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വൈറ്റ് ലൈനിങ് വെക്കുമ്പോൾ അതൊരു നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങാത്തത് കൊണ്ടാണ് ഇത് കാണിക്കാത്തത്. ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു ഹക്കോബ അടിയിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, വൈറ്റ് വയ്ക്കുമ്പോൾ ആ കട്ട് വർക്കിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫിനിഷിങ് പോലെ വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ക്രേപ്പോ കോട്ടൺ ഏതോ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം, വൈറ്റ് വയ്ക്കാം, അതങ്ങനെ. ഇനി നമുക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കൂടെ സെറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചെടുത്തതാണ് ഇത്. പക്ഷേ ഒരു പൊടിക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ഒരു കൺസെപ്റ്റിൽ അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ നോക്കൂ, ഇത്തിരി സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇതിനെ അങ്ങ് മാറ്റി നിർത്താം. ഇത് മാത്രം വേണ്ടവർക്ക് ലെമൺ യെല്ലോ ഹക്കോബ ചോദിച്ചവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഇതെല്ലാം കാംബ്രിക് കോട്ടണിൽ വരുന്നതാണ്, പ്രീമിയം ഹക്കോബയാണ്. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപയാണ് വരുന്നത്. ഹക്കോബകൾ കൊണ്ട് നമ്മൾ ടോപ്പ്, ജീൻസിന് ടോപ്പാണെങ്കിലും കുർത്തിക്ക് ടോപ്പാണെങ്കിലും ഒക്കെ, അല്ല കുർത്തിക്ക് ടോപ്പല്ല, കുർത്തീസ് ആണെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് ഇങ്ങനെ വരുന്നു. പ്രത്യേകിച്ച് മോഡലൊന്നും ഇല്ലെങ്കിൽ പോലും ഭംഗിയിലായിരിക്കും, നല്ലതായിരിക്കും. 300 റുപ്പീസ്, 300 രൂപ. അപ്പോൾ നമുക്ക് അതിന് ചേരുന്ന ബോട്ടം മെറ്റീരിയൽ ഇത് കണ്ടോ, ഇത് കറക്റ്റാണ്. പക്ഷെ ഒരുപാടില്ല അത് ആ കളറ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ചോദിച്ചോളൂ. ഇത് നമ്മുടെ പോപ്ലിൻ മെറ്റീരിയലാണ് ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ വരുന്നു. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ ഇങ്ങനെ വരുന്നു. ഞാൻ 2 വൈറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റിൽ നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. വൈറ്റ് അക്കോബ പ്രീമിയം കാംബ്രിക് കോട്ടണിൽ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ ഇങ്ങനെ വരുന്നു. ചെറിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഡിസൈൻ. ഇതാ ഇങ്ങനെ വരുന്നു. ഈ ഒരു കുറച്ചുകൂടെ ഒരു ഫ്ലോറൽ ഡിസൈനിൽ 6 പെറ്റൽ ഫ്ലവേഴ്സ് പോലെ വരുന്നത് ഇങ്ങനെ വരുന്നു. 300 റുപ്പീസ്, 300 രൂപ.
ഇനി ഞാൻ അന്നൊരു യെല്ലോ കോട്ടും ഒരു ഇന്നർ വെച്ചിട്ട് ഒരു കോട്ടൺ ബുട്ട ചെയ്തിരുന്നത്, അത് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇത്ര കൂടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഇന്നർ ആൻഡ് കോട്ട് ചെയ്തൊരു വീഡിയോ കുറച്ച് മുമ്പാണ്, പുതിയ ആൾക്കാർക്ക് അറിയില്ല, ഞാൻ ഈ ഒരു ടോപ്പ് കാണിക്കാം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് നോക്കിയാൽ കാണാം. ഇതാണ് ആ ഒരു നമുക്കൊരു കണിക്കൊന്നയുടെയൊക്കെ ഒരു ഫീൽ തരുന്നത്. ഇനി ഞാൻ ഇതുകൊണ്ട് ഇന്നറും യെല്ലോ അക്കോബോണ്ട് കോട്ടും അങ്ങനെ ചെയ്തത്. അല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതുകൊണ്ട് മാത്രം ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതൊരു പ്ലസൻറ്റ് ലുക്ക് തരില്ല. ചില ഒരു ഫാബ്രിക്, ചില കളേഴ്സ് അതുപോലെ നമുക്കൊരു ഫീൽ തരുന്നതാണ്. കോട്ടൺ ബുട്ട, പ്രിൻറ്റഡ് കോട്ടൺ ബുട്ടയാണ്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. 240 rupees per meter. 58 ഇഞ്ച് വീതി ഉണ്ട്, 58 ഇഞ്ച് വിടുത്തുണ്ട്. നല്ല പ്രീമിയം കോട്ടൺ ആണ്. ഇതെല്ലാം ഇന്നത്തേൽ ഓൾമോസ്റ്റ് അധികം ഐറ്റംസും കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്നു. കോട്ടൺ ലവേഴ്സിന് ഇനിയിപ്പോൾ സമ്മറിലേക്ക് വരികയല്ലേ. അങ്ങനെ വരുന്നു. 240, 240 രൂപ. നമുക്കിനി സിമ്പിളായിട്ട് ഇതുകൊണ്ട് കൊടുത്ത് ചെയ്തിട്ട് യെല്ലോയോ ഇനി അല്ലെങ്കിൽ വൈറ്റ് ബോട്ടോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാം. അപ്പോൾ ഇനി അജ്രക്ക് ഇതാ എത്തിയിട്ടുണ്ട്, ഒരു ബാച്ച് എത്തിയിട്ടുണ്ട്. ബോട്ടം ആൻഡ് ദുപ്പട്ട എത്തിയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ടോപ്പ് നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് എടുത്ത് വെച്ചോളൂ കേട്ടോ. കാരണം ഇനി ബോട്ടം ദുപ്പട്ട അധികം വൈകാതെ വരും, ആ ലൈൻസിലൊക്കെ നിങ്ങൾ ചോദിക്കാറുള്ള പോലെ. പിന്നെ ആ ഒരു കസ്റ്റമർ ഫോട്ടോ കസ്റ്റമർ കെയർക്ക് അയച്ചിട്ട് അത് കൊണ്ടുവന്ന് ഇനി അല്ലെങ്കിൽ വീഡിയോ കാണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്, ആ ഡിസൈനൊന്നും എത്തിയിട്ടില്ല. പക്ഷെ അതിനെ പോലത്തെ തോന്നുന്നു, അതിന് ഞാൻ കൊണ്ടുവരാം കേട്ടോ അധികം വൈകാതെ. നമ്മൾ ആ കുട്ടി സ്ഥിരം വാങ്ങുന്നതാണ് തോന്നുന്നു. അവരെനിക്ക് പിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ ക്യാമറമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ അത് ഓർഡർ ചെയ്യിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മിസ്സാക്കേണ്ട. അജ്രക്കിൻ്റെ സ്ഥിരം ലവേഴ്സ് അവരൊന്നും പുതിയ ഐറ്റംസും ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഒരു ആ പേസ്റ്റൽ ഷെയ്ഡ് വരുന്നില്ല, ഒരു കാഷ്യർ കളറിൽ. അപ്പോൾ അതിൽ ഇതെങ്ങനെ വരുന്നു. ഇനി നമുക്ക് പാനൽ കട്ടൊക്കെ ചെയ്യാനാണെങ്കിലേ 2 ഡിസൈൻ കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അല്ലെങ്കിൽ നമുക്കിതിൽ നോർമൽ മെറൂൺ ബോട്ടം ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് അജ്രക്കിൽ ഫസ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു. ഇത് അജ്രക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് മെറ്റീരിയലാണ്. 44 ഇഞ്ച് എടുത്ത് 190 rupees per meter, 190 രൂപ. കോട്ടൺ ആണ്. ഇത് 9-10 മീറ്ററിൽ അങ്ങനെ വരിക. പക്ഷേ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് തരും. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതങ്ങനെ വരുന്നു. 190, 190 രൂപ. ഇനി അതിൻ്റെ ചെറിയ ഡിസൈൻ ഇങ്ങനെ വരുന്നു. 190 ഇങ്ങനെ വരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് മെറൂൺ ദുപ്പട്ടയായിട്ട് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം. നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇങ്ങനെ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ദുപ്പട്ട സാരീസൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരൊന്ന് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് 4-5 ഡിസൈൻ്റെ കാണിച്ചു തരാം. കുറച്ച് ലൈറ്റ് ഷെയ്ഡ് അജ്രക്ക് ചോദിച്ചിരുന്നവർക്ക് ശ്രദ്ധിച്ച് കണ്ടോളൂ. അതാ വരുന്നു ഫസ്റ്റ്. എല്ലാം 44 ഇഞ്ചാണ് എടുത്ത് 190 ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ദ ലീഫ് പാറ്റേൺ ഇങ്ങനെ വരുന്നു. അതിൽ തേർഡ് ഇതാ ഇങ്ങനെ വരുന്നു. ഫോർത്ത് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു. ഫിഫ്ത്ത് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു. സിക്സ്ത് ഡിസൈൻ. എല്ലാത്തിനും കൂടെ ഒരു മാസ്റ്ററായിട്ട് നിങ്ങൾക്ക് ബോട്ടം ആണെങ്കിലോ അല്ലെങ്കിൽ ഇതിന് സെൻറ്റർ പീസായിട്ട് കൊടുത്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇനി എല്ലാത്തിൽ നിന്നൊരു 1.5 വീതം എടുത്തിട്ട് പാനൽ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് നമ്മൾ മെറൂണോ അല്ലെങ്കിൽ റോയൽ ബ്ലൂ ബോട്ടോ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എല്ലാം 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 190 ഫസ്റ്റ് വൺ ഇങ്ങനെ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ. ഇതാ ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ 190. അടുത്തത് ഇങ്ങനെ വരുന്നു 190. അടുത്തത് ഇങ്ങനെ വരുന്നു 190. അടുത്തത് ഇങ്ങനെ വരുന്നു 190. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പല കളേഴ്സ് ഇന്ന് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ. ഇതുകൊണ്ട് തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാവാം. 190 രൂപ. സ്കേർട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടാവും. ക്രോസ് കട്ട് അംബ്രല്ല കട്ടിങ്ങിൽ സ്കേർട്ട് 3-3.5 മീറ്റർ എടുത്തിട്ട് ഫ്ലൈഡ് ആയിട്ടൊക്കെ ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അജ്രക് മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു 190. അപ്പോൾ അതൊരു ഫാമിലി കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് മെറൂണിൽ ഇങ്ങനെ വരുന്നു. നമ്മൾ ആ ലീഫിൻ്റെ കളർ ചേഞ്ച് ആയതുകൊണ്ട് ഞാനത് എടുത്തതാണ്. 44 ഇഞ്ച് എടുത്ത് 190, 190 രൂപ. ഇപ്പോൾ നമ്മൾ കണ്ട ആ ലൈൻസ് പാറ്റേണിൽ ഇതിൻ്റെ വേറൊരു തരം കൂടെ വരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറല്ലേ. ഇതിൽ നമുക്ക് മെറൂണാണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ തന്നെ ഇൻഡിഗോ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇൻഡിഗോ കളർ കൂടുതലായിട്ട് വരുന്നത് ഇത്. മെറൂൺ കണ്ടോ, രണ്ടും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ പാനൽ കട്ടൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതിലെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഫസ്റ്റ് വൺ ഇങ്ങനെ വരുന്നു. നമ്മുടെ അജ്രക് മെറ്റീരിയൽ 44 ഇഞ്ച് എടുത്ത് 190, 190 രൂപ ഇങ്ങനെ. അതിൻ്റെ കൂടെ വരുന്ന ഇതിങ്ങനെ. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അങ്ങനെ വരുന്നു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന
ബ്ലാക്കിൽ വരുന്നത് ഇങ്ങനെ 44 ഇഞ്ച് എടുത്ത് 190, 190 രൂപ. അജിരക്ക് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് അങ്ങനെ വരുന്നു. നമ്മൾ ആ ഒരു ട്രഡീഷണൽ അജിരക് പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ വരുന്നു 190, 190 രൂപ. അത്യാവശ്യം തിക്നെസ് ഉള്ള നല്ല കോട്ടൺ ആണ് കേട്ടോ അത് 190. അപ്പോൾ ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിലേത് വേണമെങ്കിലും ഇങ്ങനെ. ഇതൊരു ബ്ലൂ ബ്ലാക്ക് എന്ന് പറയാം, ഇതിൽ പക്ക ബ്ലാക്ക് അല്ല. അങ്ങനെ വരുന്നു 190. അപ്പോൾ അത്രയുമായിരുന്നു ആ ഒരു ഫാമിലിയിൽ. ഇനി നമ്മൾ അതിലൊരു ഇൻഡിഗോ കളക്ഷൻസിൽ ഇൻഡിഗോയും ബ്ലൂവിൻ്റെ പല പല ഷെയ്ഡുകൾ. അപ്പോൾ ഇത് നമ്മൾ കണ്ടത് നേരത്തെ ആ ബ്ലൂ കളർ കൂടുതൽ വരുന്നത് അത് നമ്മുടെ ലീഫിൽ ഇതാ ഇങ്ങനെ വരുന്നു 190. ഇൻഡിഗോ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഫസ്റ്റ് കമ്പൽസറി കളർ ഗാർഡ് യൂസ് ചെയ്യണമെന്നാണ് നല്ലത് കേട്ടോ, അജ്രക്കിനൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ കണ്ട് ഇവരെങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 190. ഇത് രണ്ടും ടോപ്പ് ബോട്ടം പോലെയോ അങ്ങനെ കുർത്തയിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. 190. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഇതാ ഇങ്ങനെ വരുന്നു. ആ ഒരു ഇൻഡിഗോയും ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്ന ലൈറ്റ് ഇൻഡിഗോ. ഇതിന് ഇൻഡിഗോ എന്നല്ലേ പറയാമെന്ന് വിചാരിക്കുന്നു. സുന്ദരി കളറാണ് എന്തായാലും. 44 ഇഞ്ച് എടുത്ത് 190, 190 രൂപ ഇങ്ങനെ വരുന്നു. അടുത്തത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവരെ തമ്മിൽ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഇത് പാനൽ കട്ട് പോലെ ചെയ്യാം. നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്നു ലീഫ്. നമ്മൾ ലീഫ് പാറ്റേണിൽ നിന്ന് ഒരുപാട് കളേഴ്സ് കണ്ടു. ഇങ്ങനെ വരുന്നു 190. ഇങ്ങനെ വരുന്നു 190. അതിൻ്റെ എല്ലാം മാസ്റ്റർ ഇതാ ഇങ്ങനെ. അപ്പോൾ നമ്മളിതിൽ ഏതെടുത്തിട്ടും നമുക്ക് ടോപ്പ് ബോട്ടം ഒരു കൺസെപ്റ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ടോപ്പ് ബോട്ടം ഇതിനെ കാണിച്ചു കൊടുക്കും. ഇതിനിങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം. ഈ ഫ്ലോറൽ ഡിസൈനെ തന്നെ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യും. ഓരോന്നും അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കാണിച്ചാൽ നമുക്ക് നമുക്ക് ഒരുപാട് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ആ അജ്രക് ഫാമിലി. ഞാൻ ക്രിസ്മസിന് മുമ്പായിട്ടേ വൈറ്റും ബ്ലാക്കും പ്രീമിയം മിറർ വർക്കുള്ളൊരു മെറ്റീരിയൽ ത്രെഡ് വർക്ക് വിത്ത് മിറർ വർക്ക് കൊണ്ടുവന്നില്ലേ, അന്ന് ഇതിൻ്റെ വേറെ കളേഴ്സ് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു കുറേ പേര്. കിട്ടിയിട്ടുണ്ട് കേട്ടോ, എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറെ കളേഴ്സ് വർക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോട്ടൺ ഫ്ലെക്സ് ടൈപ്പ് ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ 43 ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത്. ഇതങ്ങനെ വരുന്നു. ഫസ്റ്റ് നമ്മളൊരു മിലിറ്ററി ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതിൻ്റെ അകവശമാണ് മിറർ വർക്കാണ്. ഒറിജിനൽ മിറർ അല്ല, സീക്വൻസ് മിററാണ്. പക്ഷേ നമുക്ക് ടോപ്പൊക്കെ ചെയ്ത് നല്ല പ്രീമിയം മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ വരുന്നു. ഇനി നമ്മൾ പാച്ച് വർക്ക് സാരീസിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്നു. നമ്മൾ പിന്നെ ഏത് ഫാബ്രിക്കും നമ്മളതിനെ വാഷ് ചെയ്യുന്നതിന് എപ്പോഴും നല്ല ലിക്വിഡ് ഡിറ്റർജൻറ്റ് മൈൽഡായിട്ട് യൂസ് ചെയ്യണം. ഇതിനും മെഷീൻ വാഷ് ഒന്നിനും കോട്ടൺ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ ഫാബ്രിക്കൊക്കെ. അപ്പോൾ ഇതിങ്ങനെ വരുന്നു 43 ഇഞ്ച് വിടുത്ത് 240 റുപ്പീസ് പെർ മീറ്റർ, 240 രൂപയാണ് അങ്ങനെ വരുന്നത്. അതിൽ ഫസ്റ്റ് കളറ് നല്ലൊരു മിലിറ്ററി. ഇന്ന് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അതിൻ്റെ കൂടെ നമുക്ക് ഏതായാലും ഒരു ബോട്ടം മെറ്റീരിയൽ ഒരു 95% മാച്ച് ചെയ്യുന്നത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ബാക്ക് പീസ് ആക്കണമെങ്കിലും ആക്കാം. ഇത് നമ്മുടെ പോപ്ലിൻ മെറ്റീരിയലാണ് 100 റുപ്പീസ് പെർ മീറ്റർ വരുന്നത്. അപ്പോൾ ഇത്രയൊരു ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ടോപ്പ് ഇപ്പം അങ്ങനെ ബാക്ക് പീസ് അല്ലെങ്കിൽ സൈഡ് പീസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് 36 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപയുടെയാണ് ഇത് പോപ്ലിൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 240, 240 രൂപ. നെക്സ്റ്റ് വരുന്നു നല്ല മെറൂൺ ഷെയ്ഡിൽ മിറർ വർക്ക് ഇങ്ങനെ വരുന്നു. 43 ഇഞ്ച് എടുത്ത് 240, 240 രൂപ ഇങ്ങനെ വരുന്നു. അത് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ ഭംഗി. ടോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള കളർ എടുത്തോളൂ കേട്ടോ. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ നൈറ്റ് ഫംഗ്ഷനൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദുപ്പട്ടയൊക്കെ നൈറ്റ് പാർട്ടിക്കൊക്കെ അത് കുർത്ത പോലെ അല്ലെങ്കിൽ സ്കേർട്ട് പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കി ഓരോരോ വേറെ മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചവർക്ക് അതിൻ്റെ കൂടെയൊക്കെ സെറ്റാക്കാം. ഇതങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ നമുക്കിതാ ബോട്ടം മെറ്റീരിയൽ പോപ്ലിനിൽ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. രണ്ട് മെറ്റീരിയലിൻ്റെതായ ഒരു കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. ഇതിന് 100 റുപ്പീസ്, 100 രൂപ. ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മാംഗോ യെല്ലോ. നമുക്ക് ഹൽദിക്ക് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. യെല്ലോയിൽ ഇതായിരുന്നു ഇങ്ങനെ. ഇത് കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് വെച്ചാൽ മതിയാവും. ഹൽദിക്കൊക്കെ പ്രത്യേകിച്ച് പറ്റുന്നതാണ്. ഇത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ചിലത് ഇങ്ങനെ ഇരിക്കും. ഇതാ ആ യെല്ലോ കളർ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഉജിപ്പ് വരുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ളത്. ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും. മിറർ വർക്ക് ഇന്ന് യെല്ലോയിൽ വരുന്നു. മാരേജ് സീസണൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഓവർ സിൽക്ക് ടൈപ്പ് വേണ്ട എന്നാൽ കോട്ടണിൽ സംതിങ് പ്രീമിയം ആയിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ മിസ്സാക്കേണ്ടതൊന്നും. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് 240 റുപ്പീസ്, 240 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പോപ്ലിൻ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോട്ടൺ ഫ്ലെക്സിൽ ഇതുണ്ട് കുറച്ചൊരു വ്യത്യാസം. അതിൽ നമുക്ക് കോട്ടൺ ഫ്ലെക്സിൽ ഇതുണ്ട്. ഇത് 44 ഇഞ്ച് എടുത്ത് 140 വരുന്നതാണ്. ഇങ്ങനെ വരുന്നു.
കോട്ടൺ ഇതങ്ങനെ വരുന്നത്. ഈ മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 140 ഇതിങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അതങ്ങനെ. ഇനി അതിൽ ലാസ്റ്റല്ല ഇനി 2 കളേഴ്സ്. ഓണിയൻ പിങ്ക് കളറ് ഇതങ്ങനെ വരുന്നു. എല്ലാം 240 റുപ്പീസാണ്, 240 രൂപയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എക്സാക്ട് സെയിം ബോട്ടം വന്നിട്ടുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദുപ്പട്ടയോട് കൂടി അങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം. ഇത് 100 റുപ്പീസ് പെർ മീറ്റർ വരുന്നതാണ്. ഇങ്ങനെ വരുന്നു ഇത്. ഇനി അതിൽ ലാസ്റ്റ് കളറ് നമ്മുടെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ സാരി ആയിട്ട് ചെയ്യേണ്ടവർക്ക്, പാച്ച് വർക്ക് സാരിയൊക്കെ ഓർഡർ ചെയ്യേണ്ടവർക്ക് നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ, പുതിയ ആൾക്കാരാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ വരുന്നു 240. അതിൻ്റെ കൂടെ ബ്ലാക്ക് പോപ്ലിൻ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് നമ്മുടെ അജ്രക് പാച്ച് വർക്ക് ദുപ്പട്ടയൊക്കെ വെയർ ചെയ്താലും നല്ലതായിരിക്കും. ഇതിന് റേറ്റ് വരുന്ന 100 റുപ്പീസ്. അത് അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിച്ചഡ് മോഡൽസ് കാണാം, കുറച്ച് റെഡി ആയത്. ഇത് നമ്മൾ സെയിൽ പർപ്പസ് അല്ല, നമുക്ക് റെഡി ആയത് നമ്മൾ കണ്ട മെറ്റീരിയൽ. നമ്മൾ പണ്ട് മീൻസ് ഈ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഉണ്ടാവും. നമ്മൾ പ്രീമിയം, നമ്മൾ പ്യുവർ ജോർജറ്റില്ലേ, നമ്മൾ പ്യുവർ വിസ്കോസ് ജോർജറ്റിൽ വർക്ക് വരുന്നൊരു മെറ്റീരിയൽ കാണിച്ചിരുന്നില്ലേ, 390 എത്രയോ റേറ്റ് ഇപ്പോൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു മെറ്റീരിയലിൽ ഇതാ ചെയ്തതാണ്. നമുക്കൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഫ്രോക്ക്, ഇതാ ഫോക്സ് ജോർജറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയൽ കൊണ്ട് യോക്ക് കൊടുത്തിട്ട് പഫ് സ്ലീവ്സ് കൊടുത്തിട്ട് ഇതെങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നു. ഒരു ഫ്രോക്ക് മോഡൽ ഇതാ ഇങ്ങനെ വരുന്നു. അത് ഇനി ഇത് ഞാൻ വിചാരിച്ചു ആദ്യം ഞാനൊരു വീഡിയോയിൽ വെയർ ചെയ്തിട്ട് കാണിച്ചാൽ മതി വിചാരിച്ചു. എന്തായാലും റെഡി ആയതല്ലേ. ഇനി നിങ്ങൾക്ക് നമ്മൾ പാച്ച് വർക്ക് കലങ്കാരിയുടെ അജ്രക്കിൻ്റെ പാച്ച് വർക്ക് വെച്ചിട്ട് പല പല കുർത്താസ് മോഡൽസ് കാണിച്ചില്ലേ, അപ്പോൾ അതിലിങ്ങനെ ഓരോരോ എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ വരുന്നു. നമ്മൾ അജ്രക്കിൻ്റെ ഇങ്ങനെ കട്ട് പീസസ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് ഒരേ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മോഡൽ ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഈ മോഡൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഇനിയിപ്പോൾ നമുക്ക് ബ്ലാക്കിൽ എന്നുള്ളതല്ല, ഇനി ഹക്കോബ, ഇത് ബ്ലാക്ക് ഹക്കോബയിൽ നമ്മൾ ചെയ്തത്. ഹക്കോബ വേണം നമുക്ക് കോട്ടൺ സ്ലബിലോ കോട്ടൺ ബുട്ടയിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അതിനനുസരിച്ച് ഒരു എ ലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ട് സൈഡിൽ ചെറിയ നമ്മൾ എ ലൈൻ ടോപ്പ് തന്നെ ചെയ്യുകയാണെങ്കിലും അതിനൊന്നുമില്ലെങ്കിൽ ഒരു സെൻറ്റർ സ്ലിറ്റ് അല്ലെങ്കിൽ ഒരു സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുത്തി കൂടി നിൽക്കുന്നു പറയുക, അതിനിപ്പോൾ എന്താ കറക്റ്റ് വേറെ വാക്ക് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ എപ്പോഴും നല്ലത് എ ലൈൻ പോലെ ചെയ്യുക, എന്നിട്ട് താഴെ ചെറിയൊരു ഓപ്പൺ കൊടുക്കുക, അല്ലെങ്കിൽ സെൻറ്റർ കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ. എപ്പോഴും അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ആ ഒരു എ ലൈനോ ആയി എന്നാൽ അങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇത് ഓർഡർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേ മോഡൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. ഇനി ഞാൻ അധികം വൈകാതെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് വെയർ ചെയ്യാം, ഓരോ വീഡിയോയുടെ മെറ്റീരിയൽ കൺസെപ്റ്റ് അനുസരിച്ച്. അപ്പോൾ അജ്രക് പാച്ചസ് വെച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ നമ്മുടെ പാച്ച് വർക്ക് ദുപ്പട്ട കറക്റ്റ് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഞാനിപ്പോൾ അത് ഇതിൻ്റെ കൂടെ എടുത്ത് വെക്കാൻ മറന്നുപോയി, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സ്റ്റിച്ചിങ് ചാർജ് 900 ഓൺവേർഡ്സ് എന്നാണ് പ്രതിഭ പറഞ്ഞത്. ജസ്റ്റ് എനിക്ക് പോകാൻ നേരത്തെ എടുത്ത് വെച്ച് തന്നിട്ട് പോയതാണ്. അപ്പോൾ ഏത് മെറ്റീരിയൽ ചെയ്യുന്നോ മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ് ചാർജ്, ബാക്കി കാര്യങ്ങൾ പ്രതിഭയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് സെക്ഷനിൽ കട്ടിംഗ് മാഷ് പറയും, അതിനനുസരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഇത് ഓർമ്മയുണ്ടോ, നമ്മൾ ആ സുന്ദരി റെയിൻബോ പ്രിൻറ്റഡ് ഹക്കോബ കാണിച്ചത്, അതിനിതാ നമ്മളൊരു ഫ്രോക്ക് പോലെ ചെയ്തതാണ്. ഇങ്ങനെ വരുന്നു. സ്ലീവ് ഇങ്ങനെ ഹാഫ് കോളറ്. ഇത് 3 പീസ് കട്ടിംഗ് ആണ് കേട്ടോ. 3 പീസ് കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഇത് ബാക്കിലും ഫ്രണ്ടിലും 3 പീസ് കട്ടിംഗ് ആണ്. ഒരു ഫ്രോക്ക് ടൈപ്പ് സ്റ്റിച്ചിങ് ആണ്. സെൻറ്ററിൽ ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ വരുന്നു. ഇതാണ് നെക്ക് പാറ്റേൺ. ഇങ്ങനെ നമ്മൾ ജോർജറ്റിൽ മിറർ വർക്ക് ജോർജറ്റിൽ മിറർ വർക്ക് ഓർമ്മയുണ്ട്. ഇത് കളർ ഉണ്ടാവുമായിരിക്കും നമുക്ക്. അതിൽ നമ്മൾ പാനൽ കട്ട് ചെയ്തതാണിത്. കണ്ടോ, 1 2 3 4 5 6 പാനൽസ് ഇങ്ങനെ വരുന്നു. അതിൽ സ്ലീവും ഇവിടെ ജസ്റ്റ് യോക്ക് പോർഷനിലും ഇങ്ങനെ ഒരു മിറർ വർക്ക് ജോർജറ്റിൽ കൊടുത്തു, മറ്റേത് പ്ലെയിൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ദുപ്പട്ട പോലെയും അതിലുണ്ടാക്കി ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഏത് ഫോക്സ് ജോർജറ്റിൽ ഇതിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ റെഡൊക്കെ അവൈലബിൾ ആണ്, റോയൽ ബ്ലൂ അവൈലബിൾ ആണ്. ഇങ്ങനെ വരുന്നു. എന്നിട്ട് 4 സൈഡ് ഇങ്ങനെ ദുപ്പട്ടയ്ക്ക് ഈ പീസസ് കൊടുത്തിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല കൺസെപ്റ്റിൽ ഇങ്ങനെ ചെയ്തു. സ്ലീവ് മിറർ വർക്കിലാണ്. ഇങ്ങനെ വരുന്നു സ്ലീവ്. ഇത് ഇങ്ങനെ. ഇനി ഇപ്പം ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷനും ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. മക്കളെല്ലാവരും കൂടെ വന്നപ്പോൾ നമ്മൾ അധികവും പോവുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വയനാട് നമ്മൾ ചേട്ടൻ്റെ റിസോർട്ടുണ്ട്, അത് ക്യാമറമാൻ്റെ ഓൺ ബ്രദറിൻ്റെ. അപ്പോൾ അവിടെ പോയി 2 ദിവസം റിലാക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് പോകാൻ നേരത്തെ എനിക്ക് ബ്ലാക്കിനോട് ഇച്ചിരി പ്രൈസ് കൂടുതലല്ലേ, അപ്പോൾ ഒരു ബ്ലാക്കിൽ ചെയ്തതാണിത്. ഇങ്ങനെ വരുന്നു. ഇതൊരു ടോപ്പ്. ഇതിൽ നമുക്ക് ഹക്കോബ ബ്ലാക്ക് ആണ്, 3 പീസ് കട്ടിങ് ഉണ്ട്. ഒരു മൾട്ടി കളർ പൊട്ട്ലി ബട്ടൺസ്, സ്പോഞ്ച് ബട്ടൻ്റെ പല കളേഴ്സ് കൊടുത്ത് അങ്ങനെ ഒരു മോഡൽ ചെയ്തതാണ്. ഒരു എ ലൈൻ എന്നും പറയാൻ പറ്റില്ല, എ ലൈൻ ടൈപ്പ് തന്നെയാണ്. എന്നാൽ ഒരുപാട് ഫ്ലൈഡ് ആയിട്ടില്ല, അംബ്രല കട്ടിങ് അല്ല. സെൻറ്ററിൽ സ്ലിറ്റും കൊടുത്തിട്ട് ബ്ലാക്ക് ഹക്കോബയിൽ ഇങ്ങനെ വരുന്നു ഒരു മോഡൽ ചെയ്തത്.
അപ്പോൾ ഇതൊക്കെ വേണ്ടവർക്ക് പരീക്ഷിക്കും. ഇത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല അല്ലേ. അങ്ങനെ വരുന്നു. അടുത്തത് നമ്മൾ ആ ഒരു ഡാർക്ക് വൈൻ കളർ ഹക്കോബയിൽ സെൻറ്റർ പീസ് ഇങ്ങനെ കൊടുത്തിട്ട് ആ സെൻറ്റർ പീസ് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ പ്രിൻറ്റഡ് ജോർജറ്റിൽ ഒരു ഫ്രോക്ക് പോലെ ചെയ്തതാണ്. ഇവിടെ ആ ഒരു സ്ലീവ് ഒരു ഫാൾസ് സ്ലീവ് പോലെ തോന്നുന്ന രീതിയിലാണ് ഇങ്ങനെ വരുന്നു. ക്യാൻവാസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വരുന്നു. ഇവിടെ അകത്ത് നമുക്കൊരു സ്ലീവിൻ്റെ ഒരു കൺസെപ്റ്റിൽ ചെറിയൊരു സ്ലീവ് പോലെ നിൽക്കും. ഇത് കറക്റ്റ് നിൽക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇവിടെ ഒരു സ്ലീവ് ഇങ്ങനെ വരും. സ്ലീവ്ലെസ്സിൻ്റെ പോലെ തന്നെ ഒരു ഫീൽ, എന്നാൽ കുഞ്ഞി സ്ലീവിനെ കവർ ചെയ്തിട്ട് ഇതിങ്ങനെ നിൽക്കും. ഇതിങ്ങനെ ഒരു മോഡൽ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ വരുന്നുണ്ട്. ഇതെങ്ങനെ ഇനി ഒരു ക്ലോസർ വ്യൂ കൂടെ കൊടുക്കുക. ഇതുണ്ട്. ഇവിടെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇവിടെ ശരിക്ക് ഇങ്ങനെ വരും. സ്ലീവ്ലെസ് കൺസെപ്റ്റിൽ ഇതതിൻ്റെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിങ്ങനെ നിൽക്കും. 3 പീസ് കട്ടിങ് ആണ്. ഇങ്ങനെ വരും. നോർമൽ ഒരു ഫ്ലെയറിൽ നമുക്ക് ഏതെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്നു. ഫ്രോക്ക് ടൈപ്പ്. ഇനി നെക്സ്റ്റും ഞാനൊരു ക്രിസ്മസിന് വേണ്ടി ചെയ്തതാണിത്. നമ്മൾ റെഡ് ഹക്കോബയിൽ ഇങ്ങനെ. ഇതും 3 പീസ് കട്ടിങ് ആണ്. 3 പീസ് കട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഒരു ഷേപ്പിൽ നിൽക്കാനൊക്കെ നല്ലതാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനിവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൂടെ കൊടുത്തു. യോക്ക് കട്ടിങ് പോലെ കൊടുത്ത് ഇങ്ങനെ വരുന്നു. പഫ് സ്ലീവ് കൊടുത്തു. ഇപ്പോൾ പൊതുവേ വീണ്ടും പഫ് സ്ലീവ് ട്രെൻഡാണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടാവും, ഒരു വെറൈറ്റി ഇങ്ങനെ വരുന്നത്. ഇതിന് നമ്മൾ ആ ഒരു ബോട്ടം നമ്മൾ ഹോൾസ് വരുന്ന മെറ്റീരിയൽ കൊണ്ട് ബോട്ടം ചെയ്തു. ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്ത് അത്. ഇത് നമ്മൾ പാച്ച് വർക്കിൽ ചെയ്ത കുർത്തി കാണിക്കാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, വെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ യോക്ക് കൊടുക്കും. നമ്മൾ യോക്കും ഈ സ്ലീവിന് അറ്റത്ത് വയ്ക്കുന്ന ഈ പീസും കൂടെ 150 റുപ്പീസിനാണ് കൊടുക്കുന്നത്. പാച്ച് വർക്ക് ദുപ്പട്ട 1000 റുപ്പീസിനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മോഡൽ കുർത്തി നമുക്കിങ്ങനെ യോക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് നമ്മൾ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. സെൻറ്റർ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കയറ്റിയിട്ടുള്ള സ്ലിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അജ്രക്കിൻ്റെ ആ ഡിഫറെൻറ്റ് ബോൾസ്, ഡിഫറെൻറ്റ് പ്രിൻ്റ് കൊണ്ട് ബോൾസും കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നു. ഇനി നമ്മൾ നെറ്റ്, കോട്ടൺ നെറ്റ് കാണിക്കാറില്ലേ, അതിൽ നമ്മൾ മിഡി പോലെ ചെയ്തതാണ്. ഇങ്ങനെ വരുന്നു. നമുക്ക് ഏത് സ്കേർട്ടോ എന്ത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ജസ്റ്റ് 1-2 പ്ലീറ്റ്സ് മാത്രം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മിഡി. ഇവിടെ ചെറിയ സ്ലിറ്റ് നമ്മൾ ബട്ടൺ ഫോൾസ് ബട്ടൺ ഇങ്ങനെ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ തുറന്നു പോവില്ല. അപ്പോൾ നമ്മളൊരു ഓപ്പണിൻ്റെ ഫീലും വരും. ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് നിങ്ങളുടെ വേസ്റ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ വരുന്നു. അതങ്ങനെ ഒരു മിഡി. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വെയർ ചെയ്ത ടോപ്പ് ഒരു ക്ലോസർ വ്യൂ കാണിക്കാൻ പറഞ്ഞിരുന്നു. ഇതായിരുന്നു അത്. കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട. അപ്പോൾ നമുക്ക് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട വെച്ചിട്ട് ഇങ്ങനെ വേറെ പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല. അതിൻ്റെ ഒരു പീസ് ഇവിടെ ഇങ്ങനെ നെക്കിന് കൊടുത്തു. ഈ നെക്ക് കണ്ടു ഇവിടെ ക്യാൻവാസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു സിക്സാക് പാറ്റേണിൽ ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. ഇത് സ്ലീവിൻ്റെ ഇവിടെ ഈ സൈഡിലും നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്തു പ്രിൻറ്റ്. നമ്മുടെ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട അതിൻ്റെ കൂടെ അങ്ങനെ. നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത കുഞ്ഞി ഫ്രോക്ക്. ഇത് നമ്മൾ ഫാബ്രിക് വിചിത്ര സിൽക്കിലാണ് ഫാബ്രിക് ഫ്രോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒന്നും റേറ്റ് അധികമില്ല, പക്ഷേ നമുക്ക് ഹാൻഡ് വർക്കിന് അത്യാവശ്യം നല്ല റേറ്റ് വരും കേട്ടോ. ഇതങ്ങനെ വരും. വർക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കസ്റ്റമർ കെയറിലോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന നമ്പറിലോ ചോദിച്ച് കഴിയുമ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതങ്ങനെ വരുന്നു. ഹാൻഡ് ഇരുന്ന് കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ് കേട്ടോ ഇത്. ഹാൻഡ് വർക്ക് അങ്ങനെ അതൊന്ന്. ഇതും നമ്മൾ സ്ലെബ് സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇങ്ങനെ വരുന്നു. ഹാൻഡ് വർക്ക് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും. ഇങ്ങനെ വരുന്നു. ഇത് ഏകദേശം ഒരു 1.5 ഡേ എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഇങ്ങനെ വരുന്നു. ഫുൾ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു നെക്ക് പോർഷൻ. ഈ നെക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു എന്താ പറയുക ഇങ്ങനെ വരുന്ന ഒരു പൈപ്പിംഗ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന നെക്കാണ്. ഒരു വെറൈറ്റി നെക്കാണ്. സ്ലീവിൽ വർക്ക് ചെയ്തിട്ടില്ല. സ്ലീവിനും കൂടെ വർക്ക് വരുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് വരുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞു തരും. അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ മാത്രമാണ് വിളിച്ചാൽ കിട്ടുള്ളൂ. വർക്കിംഗ് അവേഴ്സിൽ മാത്രം, വർക്കിംഗ് ഡേയ്സിൽ മാത്രം കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. ബാക്കി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന 3 നമ്പർ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ളത് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാൻ മാത്രമാണ്. അതിൽ വിളിച്ചാൽ കിട്ടില്ല, ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റോർ കൺസെപ്റ്റിലുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഫുൾ ഡിസ്പ്ലേയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയെടുക്കാൻ അവർക്ക് എളുപ്പമുണ്ടാവും. അതൊന്നും ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.